ചിലപ്പോ തോന്നും ഈ അവസ്ഥകളൊന്നും ഞാൻ മറികടക്കില്ലെന്ന്. മറികടക്കണം മാം. എന്നിട്ട് ഗാഥാ മാഡത്തെയും കൂട്ടി എങ്ങോട്ടെങ്കിലും പോണം. പതുക്കെ പതുക്കെ ഗാഥാ മാഡത്തിന്റെ മനസ്സ് ഓക്കെ ആവുമ്പോ തിരിച്ചു വരണം. തിരിച്ചു വരുവോ വരാതിരിക്കോ, അവളുടെ ഇഷ്ടത്തിന് ഞാൻ അതൊക്കെ ചെയ്യാനായിട്ട് തയ്യാറാണ് സിനി. പക്ഷെ ഇതൊന്ന് കടന്നു കിട്ടിയാലല്ലേ. എന്തായാലും വാ. എന്താ ഒന്നും കഴിക്കാത്തെ? അത് ഇതെന്താ മോളി കാണിക്കുന്നേ? ഇങ്ങനെ കിള്ളി കിള്ളി കഴിച്ചാലേ എങ്ങനെ വിശപ്പ് മാറും? എനിക്ക് ഇതന്നെ അധികം അമ്മേ. ഞാനല്ലെങ്കിലും ഒരുപാട് കഴിക്കാറില്ലല്ലോ. മുൻപ് ഒരുപാട് കഴിക്കാറുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല. പക്ഷെ ഇപ്പൊ കഴിക്കുന്നതേ മോൾക്ക് മാത്രമല്ല, അമ്മയുടെ ആരോഗ്യത്തിൽ വളർന്നു വലുതാവുന്ന ഒരാള് വയറ്റിലുണ്ട്. അത് ഓർമ്മ വേണം. ഗർഭിണിയായ ഒരമ്മ അമ്മയുടെ വിശപ്പിന് മാത്രമല്ല, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ വിശപ്പിനും കൂടി ഉള്ളത് കഴിക്കണം. അത് കറക്റ്റാമേ. ഗർഭിണികൾ അതൊക്കെ ചെയ്യേണ്ടതാ. ദേ, അവരെ കൊണ്ട് കഴിപ്പിക്കുക എന്നൊരു ഉത്തരവാദിത്തം ഭർത്താവിനും കൂടിയുണ്ട്. ആ ഉത്തരവാദിത്തം നീയും കൂടി കാണിച്ചാ മതി. അല്ല, അതിപ്പോ ഞാനെങ്ങനെ ഇത് ചെയ്യണ്ടേ? കേട്ടോ മോളെ, കുറെ സ്ഥലം ഒഴിഞ്ഞു കിടപ്പുണ്ട്, അവിടെ കുറെ കെട്ടിടങ്ങൾ എങ്ങനെയാ വയ്ക്കാന്ന് ചോദിച്ചാലേ ഇവൻ അപ്പൊ കുറെ പേപ്പറും എടുത്തോണ്ട് അങ്ങ് ഇറങ്ങും. സ്വന്തം ഭാര്യ ഗർഭിണിയാ, ഒന്ന് നന്നായിട്ട് നോക്കിക്കോണേന്ന് പറയുമ്പോ എന്താ ചെയ്യണ്ടേന്ന് ഇങ്ങോട്ട് ചോദിക്കുക. അതെ, രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്ക്. ഞാൻ ഇപ്പൊ വരാം. അല്ല, ഇതെന്താ? അല്ല, താനത് തൊട്ടും തലോടി ഇരിക്കത്തല്ലേ ഉള്ളൂ, അല്ലാതെ കഴിക്കുന്നില്ലല്ലോ. എന്തു പറ്റി? അല്ല, ആരെങ്കിലും ഉണ്ടോന്ന് നോക്കിയതാ. അല്ല, അങ്ങനെ ആരെങ്കിലും വന്നാലേ ഉരുട്ടി കൊടുക്കാനൊന്നും എനിക്ക് വയ്യ. അതല്ല, കഴിക്കാനല്ല, ആരെങ്കിലും കാണുന്നുണ്ടോന്ന് നാണക്കേട്. എടോ, എന്ത് നാണക്കേട്? താൻ എന്റെ ഭാര്യയല്ലേ, അതും എന്റെ കുഞ്ഞിനെ വയറ്റി ചുമക്കുന്ന ഭാര്യ. അമ്മ പറഞ്ഞത് താൻ കേട്ടില്ലേ? തന്നെ ഭക്ഷണം കഴിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്തം ഇപ്പൊ എനിക്കാ. ഒരു കാര്യം ചെയ്യും, താൻ ഭക്ഷണം കഴിക്കണ്ട, എന്റെ കുഞ്ഞിനുള്ള ഭക്ഷണം ഞാൻ കൊടുത്താലോ? കഴിക്കും. അമ്മയുടെ നല്ല അനുസരണയുള്ള മോനാണല്ലേ? അതെ, ഈ കാര്യത്തില് അമ്മയെ പൂർണ്ണമായിട്ട് അനുസരിക്കാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. താൻ കഴിച്ചേ?